ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സീൻ 2 എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ലൂണയുണ്ട്. ഇവിടെ ആക്ഷൻ കെട്ടിക്കിടക്കുന്ന വാട്ടർ ലൂണ ഒരു പ്ലാന്റിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഇവിടെ നടക്കുന്ന ആക്ഷൻ. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്. ടൈം 5 സെക്കൻഡുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ഷോ ആപ്ലിക്കേഷൻസിൽ പോയി ഓപ്പൺ ടൂൺസ് സെർച്ച് ചെയ്യുക. ഓപ്പൺ ടൂൺസ് എടുക്കുക. നമ്മുടെ കറണ്ട് പ്രൊജക്റ്റ് ഏതായിരുന്നു? കറണ്ട് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ലൂണയാണ്. അതിൽ നമുക്ക് വ്യത്യാസമൊന്നും വരുത്താനില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത സീൻ 1 ഇവിടെയുണ്ട്. അടുത്ത് നമുക്ക് സീൻ 2 ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ന്യൂ സീൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ സീൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സീൻ നെയിം എന്നുള്ളിടത്ത് സീൻ 2 എന്ന് കൊടുക്കുക. സീൻ 2 കൊടുക്കുക. അതുപോലെ തന്നെ ക്യാമറ സൈസ് HD 720 സെലക്ട് ചെയ്യുക. അതുപോലെ യൂണിറ്റ് പിക്സൽ ആണോ എന്ന് നോക്കുക. പിക്സൽ അല്ലെങ്കിൽ പിക്സൽ സെലക്ട് ചെയ്യുക. അതുപോലെ ഫ്രെയിം റേറ്റ് 12 ആക്കി കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് സീൻ കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു സീൻ 1 എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോളം 1ലെ ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. കോളം 1ലെ ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസറിലേക്ക് പോവുക. ബ്രൗസറിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം ഡോക്യുമെൻറ്റ്സിൽ എടുത്തിട്ടായിരുന്നു അല്ലേ? അപ്പോൾ മൈ ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് സീൻ 2 ആണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. സീൻ 2 ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സീൻ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. സീൻ 2വിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് bg.png ആണ്. bg.png അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ചെയ്യുക. ശേഷം ഇവിടെയും ലോഡ് കൊടുക്കുക. വീണ്ടും നമ്മൾ ആനിമേഷനിലേക്ക് പോവുക. ഉണ്ടോ? അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വന്നിട്ടുണ്ട്, ആ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലേ, നമുക്ക് 60 ഫ്രെയിം വരെ വേണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തേ? ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഐക്കൺ പോലെ വന്നു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. 60ാമത്തെ ഫ്രെയിം വരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം കോളം 2വിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോളം 2വിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസറിലേക്ക് പോവുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് വാട്ടറാണ്. വാട്ടർ, അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, ലോഡ് കൊടുക്കുക. ഇവിടെയും ലോഡ് കൊടുക്കുക. വീണ്ടും നമ്മൾ ആനിമേഷനിൽ പോയി നോക്കുക. ഇവിടെ വാട്ടറിൻ്റെ ഇമേജ് വന്നിട്ടുണ്ട്. ഇവിടെയും ഈ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. 60ാമത്തെ സെല്ല് വരെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഈ വാട്ടറിന് ഒരു ആനിമേഷൻ കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഈ മൗസിൻ്റെ സ്ക്രോൾ വീലിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ വാട്ടറിന് ആനിമേഷൻ കൊടുക്കാൻ പോവാണ്. അതെങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നല്ലേ? ആ കോളം 2വിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോളം 2വിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആനിമേറ്റ് ടൂൾ എടുക്കുക. അവിടുന്ന് പൊസിഷൻ, ആനിമേറ്റ് ടൂളിൽ നിന്ന് പൊസിഷൻ എടുക്കുക. അതിനുശേഷം ഈ വാട്ടറിനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഈ താഴെയായിട്ട് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം ഇതുണ്ടോ, കീയുടെ സിമ്പിൾ വന്നല്ലേ? കീ ഫ്രെയിമായി. ഇനി അതുപോലെ തന്നെ 60ാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. 60ാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ടും ഇതിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ചെടിയുടെ ഇവിടെ വരുന്ന രീതിയിലേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇത് കീ ഫ്രെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഒന്ന് ഫസ്റ്റ് സെല്ലിൽ പോയിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, മൂവ് ചെയ്യുന്നുണ്ടല്ലേ? ഇനി അടുത്തത് നമുക്കിവിടെ ലൂണ എന്ന നായ്ക്കുട്ടീനെയാണ് കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി കോളം 3യിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. കോളം 3യിലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സീൻ 2വിൻ്റെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. സീക്വൻസ്,
ഈ സീക്വൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ luna.png വന്നിട്ടുണ്ട്. ഇവിടെ 9 ഫ്രെയിംസ് ഉണ്ട്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ചെയ്യുക, വീണ്ടും ലോഡ് കൊടുക്കുക. എന്നിട്ട് ആനിമേഷനിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 1 തൊട്ട് 9 ഫ്രെയിം വരെ വന്നിട്ടുണ്ട് അല്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂണ വെറുതെ മൂവ് ചെയ്യല്ല. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാലും കൂടെ അനങ്ങണം. അതിനു വേണ്ടിയാണ് ഇനി ഓരോ ഇമേജസ് ആയിട്ട് വരുന്നത്. കണ്ടോ? ഓരോ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടോ? ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഇനി ഇതിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഫസ്റ്റ് ഫ്രെയിമിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് 9ാമത്തെ ഈ സെല്ലിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്രയും സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റിപ്പീറ്റ് ഓപ്ഷൻ എടുക്കുക. റിപ്പീറ്റ് ഓപ്ഷൻ ഇവിടെ ഇല്ലെങ്കിൽ അത് ഈ വലതുവശത്ത് ഒരു 2 ആരോ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിവിടെ റിപ്പീറ്റ് ഓപ്ഷൻ ഉണ്ട്. റിപ്പീറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ അപ് ടു ഫ്രെയിം എന്നുള്ളിടത്ത് 60 ആക്കി കൊടുക്കുക. നമുക്ക് 60 ഫ്രെയിം വരെ വേണം അല്ലേ? അപ്പോൾ അപ് ടു ഫ്രെയിം എന്നുള്ളിടത്ത് 60 ആക്കി കൊടുക്കുക, റിപ്പീറ്റ് കൊടുക്കുക. ഓക്കെ, ഉണ്ടോ? ഈ 60 ഫ്രെയിം വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നായ്ക്കുട്ടിയുടെ സൈസ് ഒന്ന് ചെറുതാക്കണം അല്ലേ? സൈസ് ചെറുതാക്കാൻ വേണ്ടി നമ്മൾ ആനിമേറ്റ് ടൂൾ എടുക്കുക. ആനിമേറ്റ് ടൂളിൽ നിന്ന് സ്കെയിൽ ഓപ്ഷൻ എടുക്കുക. ആനിമേറ്റ് ടൂളിൽ നിന്ന് സ്കെയിൽ ഓപ്ഷൻ എടുത്തിട്ട് ഇത് കണ്ട് ഇതുപോലെ ഒരു സിമ്പിൾ വന്നു കഴിയുമ്പോൾ ഇത് ഇവിടെ പിടിച്ച് ഇങ്ങനെ ചെറുതാക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെറുതാക്കുക. എന്നിട്ട് ഈ നായ്ക്കുട്ടിയുടെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം അല്ലേ? പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പൊസിഷൻ എടുക്കുക. ആനിമേറ്റ് ടൂൾ എടുക്കുക, പൊസിഷൻ എടുക്കുക. ഈ നായ്ക്കുട്ടീനെ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അതിന് ശേഷം 60ാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. 60ാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ നായ്ക്കുട്ടീനെ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇത്രയും വന്നിരിക്കുന്നത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് സെല്ലിലേക്ക് പോകുന്നു, പ്ലേ ചെയ്ത് നോക്കുന്നു. ഉണ്ടോ? അതായത് ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം ഒരു ചാല് കീറി ഈ നായ്ക്കുട്ടി കാലുകൊണ്ട് ചാല് കീറി എങ്ങനെ ഈ ചെടിയുടെ അടുത്ത് വരുന്നതായിട്ടാണ് നമ്മുടെ ആനിമേഷൻ. ഓക്കെ, ഇനി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ വീണ്ടും കോളം 4ലെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ബ്രൗസറിൽ പോവുക, സീൻ 2വിൽ bg_music_1.mp3 ഉണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ചെയ്യുക, വീണ്ടും ലോഡ് കൊടുക്കുക, വീണ്ടും ആനിമേഷനിൽ പോവുക, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. മ്യൂസിക്കൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സീൻ 1ൽ ചെയ്തതുപോലെ 1-2 മേഘത്തിൻ്റെ ഇമേജ് കൂടെ ഡ്രോ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വൃത്തിയാക്കാമെന്ന്. നിങ്ങളത് സീൻ 1 ചെയ്തതുപോലെ തന്നെ 1-2 മേഘത്തിൻ്റെ ഇമേജൊക്കെ വരച്ചു വയ്ക്കുക. ഇനി ഇതിനെ നമുക്ക് റെൻഡർ ചെയ്യണം. കഴിഞ്ഞ ദിവസം നമ്മൾ റെൻഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടായിരുന്നല്ലേ? അതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്യാം. സേവ് ഓൾ കൊടുക്കുക. ശേഷം റെൻഡർ ഫാസ്റ്റ് റെൻഡർ ടു MP4 കൊടുക്കുക. ഓക്കെ, അത് റെൻഡർ ആയോ എന്ന് നമുക്കൊന്ന് ഇത് മിനിമൈസ് ചെയ്തിട്ട് നോക്കാം. സീൻ 2 ഇവിടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് സീൻ 2ഉം ചെയ്യേണ്ടത്. നമ്മളിവിടെ സീൻ 1ഉം സീൻ 2ഉം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് രണ്ടും നമുക്ക് ഒറ്റ ആനിമേഷനായിട്ട് കാണണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് കേഡൻ ലൈവ്. ഇത് ഓൾറെഡി നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കേഡൻ ലൈവ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ആരോ മാർക്കിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ, ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. ഡെസ്ക്ടോപ്പിൽ നമ്മുടെ സീൻ 1ഉം കിടപ്പുണ്ട്, സീൻ 2ഉം കിടപ്പുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് കീ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് രണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക.
ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ രണ്ട് സീനുകളും സീൻ 1ഉം സീൻ 2ഉം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ സീൻ 1നെയും സീൻ 2വിലെയും നമുക്ക് നമ്മുടെ വീഡിയോ ട്രാക്കിലേക്ക് എടുത്തിടണം. ഇവിടെ V2 V1 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. V1ലേക്കാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സീൻ 1നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സീൻ 1ലേക്ക് ഇട്ടു. എന്നിട്ട് വേണേൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ? ഉണ്ടോ, സീൻ 1 ഇവിടെ വരെയുള്ളൂ. അതിനുശേഷം ഈ സീൻ 2വിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിനെ താഴെയായിട്ട് കൊണ്ടുവരണം. അത് ഓഡിയോ ട്രാക്കാണ്. സീൻ 2നെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ താഴെയായിട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇനി ഇത് രണ്ടും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, സീൻ 1 കഴിഞ്ഞു, അതിനുശേഷം സീൻ 2 കഴിഞ്ഞു. ഈ ഒരു രീതിയിലാണ് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്.